സമയം ഏതാണ്ടിപ്പോൾ ഏകദേശം 4:30 കാണണം. ഞാൻ എൻ്റെ കാറിൽ നിന്നും ഇറങ്ങി. ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കങ്കണഹള്ളിയിലെ ഒരു ബംഗ്ലാവിലാണ്. അതിനുള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചു. ഞാൻ ധരിച്ചിരുന്ന വസ്ത്രം രക്തത്താൽ നനഞ്ഞിരുന്നു. ധൃതിയിൽ ഞാൻ ഇറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് മാറ്റിയെടുക്കുവാൻ ഞാൻ മറ്റൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. കങ്കനഹള്ളിയിലെ ബംഗ്ലാവിലേക്ക് എത്തിയ ഉടനെ തന്നെ രക്തത്തിൽ കലർന്ന എൻ്റെ വസ്ത്രം ഞാൻ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഞാനൊരു കുളിയും പാസാക്കി. സംഘം എന്ന സ്ഥലത്തിലുള്ള ബംഗ്ലാവിൽ നിന്നും ഞാൻ ഇറങ്ങിയിരുന്നത് ധൃതി പിടിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ മാറ്റിയെടുക്കുവാൻ മറ്റു വസ്ത്രങ്ങൾ ഒന്നും തന്നെ ഞാൻ കയ്യിൽ കരുതിയിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കങ്കൻഹള്ളിയിലെ ബംഗ്ലാവിനുള്ളിലെ ഒരു ജോലിക്കാരിൽ നിന്നും ഒരു ധോത്തിയും ഒരു കമ്പിളി പുതപ്പും ഞാൻ കടം വാങ്ങി. അത്യാവശ്യമായി എത്രയും പെട്ടെന്ന് കങ്കൻഹള്ളിയിലെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂരിലെ എൻ്റെ ഓഫീസിൽ നിന്നും ഏകദേശം 3 ദിവസത്തെ അവധിയെടുത്തിട്ടാണ് സംഘം എന്ന സ്ഥലത്തുള്ള ബംഗ്ലാവിലേക്ക് യാത്ര തിരിച്ചിരുന്നത്. എന്നാൽ ഈ 3 ദിവസം കൊണ്ട് നരഭോജിയെ വേട്ടയാടുവാൻ സാധിച്ചില്ല. അതിൽ പ്രകാരം ഇനിയും ഒരു 4 ദിവസം കൂടി എനിക്ക് ലീവ് ആവശ്യമായി വന്നു. ഈ ഒരു കാര്യം ബാംഗ്ലൂരിലുള്ള എൻ്റെ ഓഫീസിലേക്ക് അറിയിക്കുവാനാണ് ഞാൻ കങ്കൻഹള്ളിയിലെ പോസ്റ്റ് ഓഫീസ് ലക്ഷ്യമാക്കി പോകുന്നത്. പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയതിനു ശേഷം ഒരു ടെലിഗ്രാം മുഖേന ബാംഗ്ലൂരിലെ എൻ്റെ ഓഫീസിലേക്ക് അയക്കുകയും ചെയ്തു. ഒരു 4 ദിവസം കൂടി എൻ്റെ ലീവ് അനുവദിച്ചു തരണമെന്നായിരുന്നു ആ ടെലിഗ്രാമിൽ ഞാൻ എഴുതിയിരുന്നത്. പോസ്റ്റ് ഓഫീസിൽ നിന്നും ടെലിഗ്രാം അയച്ചതിനു ശേഷം ഞാൻ തിരികെ കങ്കൻഹള്ളിയിലെ ബംഗ്ലാവിലേക്ക് തന്നെ നടന്നു. ബംഗ്ലാവിൽ എത്തിയപ്പോഴേക്കും എന്നെയും കാത്ത് ബംഗ്ലാവിന്റെ മുറ്റത്ത് തന്നെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അതും വളരെ സങ്കടത്തോടെ നിറഞ്ഞ കണ്ണുകളാൽ. ഞാൻ ബംഗ്ലാവിലേക്ക് എത്തിയ എന്നെ കണ്ടതോടെ അയാൾ എൻ്റെ അരികിലേക്ക് ഓടി വന്നു. എന്നെ ആലിംഗനം ചെയ്ത് പൊട്ടിക്കരഞ്ഞു. ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഒരു നരഭോജി പുലിയുടെ കയ്യിൽ നിന്നും ഒരു പെൺകുട്ടിയെ ഞങ്ങൾ രക്ഷിച്ചിരുന്നു. അവളെ ഞങ്ങൾ കങ്കൻഹള്ളിയിലെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള വാർത്ത പറയുവാൻ വേണ്ടിയാണ് അയാൾ എന്നെ തേടി ആ ബംഗ്ലാവിലേക്ക് വന്നിരുന്നത്. ഈ വന്നയാൾ മറ്റാരുമായിരുന്നില്ല, ആ ഹോസ്പിറ്റലിൽ മരിച്ച ആ പെൺകുട്ടിയുടെ സഹോദരനായിരുന്നു. എൻ്റെ വരവും കാത്ത് മറ്റൊരാളും കൂടി ആ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നു. ഞാൻ കടമായി വാങ്ങിയ ധോത്തിയും കമ്പിളിയും തന്ന ആ ജോലിക്കാരൻ അയാൾക്കത് അപ്പോൾ തന്നെ തിരിച്ചു വേണമെന്ന് വാശി പിടിച്ചു. ഞാൻ ഒന്നും പറയാൻ നിന്നില്ല. ഞാൻ അപ്പോൾ തന്നെ അയാൾക്കത് തിരിച്ചു കൊടുത്തു. ചുടുചോരയുടെ മണമുള്ള പാതി ഉണങ്ങിയ എൻ്റെ പഴയ വസ്ത്രങ്ങൾ തന്നെ ഞാൻ എടുത്തു ധരിച്ചു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കെന്നത്ത് ആൻഡ്രേസന്റെ ഒരു വേട്ടക്കഥയാണ്. മാനിറ്റേസ് ആൻഡ് ജംഗിൾ കില്ലർ എന്ന പുസ്തകത്തിലെ കഥ. നമുക്ക് വേട്ടയാടുവാനുള്ള സമയമായി. നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് അഗെയിൻ മിക്സ്ഡ് സ്റ്റോറീസ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ നടക്കുന്നത് സംഘം എന്ന ഒരു ഗ്രാമത്തിലാണ്. ബാംഗ്ലൂരുവിൽ നിന്നും ഏകദേശം 70 മൈൽ തെക്കുഭാഗത്തേക്ക് മാറിയാണ് ഈ സംഘം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സംഘം എന്ന ഈ ഗ്രാമത്തിൽ നിന്നും ഒരു വാർത്ത ഈ ബാംഗ്ലൂരിൻ നഗരത്തിൽ പടർന്നു പന്തലിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, നരഭോജിയായ ഒരു പുലിയുടെ കഥയായിരുന്നു അത് അന്നത്തെ കാലത്തെ പത്രങ്ങളിലും വലിയ വാർത്തയായിരുന്നു. പത്രങ്ങളിൽ ഇങ്ങനെ വരാറുള്ള വാർത്തകൾ ഞാൻ അങ്ങനെ അന്ധമായി വിശ്വസിക്കാറില്ല. കാരണം പുലികളെ പറ്റിയും കടുവകളെ പറ്റിയുമുള്ള വാർത്തകളും ആക്രമണങ്ങളും അത് ചെറിയ കാര്യമാണെങ്കിലും വലുതാക്കിയാണ് പറയാറുള്ളത്. ഇങ്ങനെ ഒരു വാർത്ത എനിക്കും വായിക്കുവാൻ കഴിഞ്ഞിരുന്നു. അതായത് ഞാനും ആ വാർത്ത കണ്ടിരുന്നു. ഒരു സ്ത്രീയെയും കുട്ടിയെയും പുലി ആക്രമിച്ചു ഭക്ഷിച്ചു എന്നുള്ള വാർത്തയായിരുന്നു അത്. എന്നാൽ ഞാനത് വിശ്വസിച്ചില്ല. അത് അത്ര വലിയ കാര്യമാക്കിയതുമില്ല. നരഭോജികളായ പുലികൾ ദക്ഷിണേന്ത്യൻ കാടുകളിൽ വളരെ വിരളമാണ്. ഇടതൂർന്ന പശ്ചിമഘട്ട മലനിരകളിലും മറ്റു കാടുകളിലും ഇവർക്ക് നായാടാൻ പറ്റിയ രീതിയിലുള്ള മറ്റു അനേകം ജീവികൾ ഉള്ളതിനാൽ ഇവർ മനുഷ്യരെ ഇരയാക്കുക എന്നുള്ള വന്യമായ പ്രവൃത്തിയിൽ ഏർപ്പെടാറില്ല. എന്നാൽ വനങ്ങൾക്കരികിലുള്ള കൃഷിയിടങ്ങളിലെയും ഗ്രാമങ്ങളിലെയും കന്നുകാലികളെയും തെരുവ് നായ്ക്കളെയും ഇവ ലക്ഷ്യം വെക്കാറുണ്ട്. അങ്ങനെ അവയെ ആക്രമിക്കുന്നതിനിടയിൽ മനുഷ്യരുമായി ഇവ പോരാടാറുമുണ്ട്. അങ്ങനെയുള്ള ഏറ്റുമുട്ടലുകളിൽ പുലികളുടെ കയ്യിൽ നിന്നും ആക്രമണത്തിന് ഇരയാകുന്ന മനുഷ്യർ കൊല്ലപ്പെടാറുമുണ്ട്. അതിലുപരി അവർ മനുഷ്യര് നേരെ തിരിയാൻ പ്രധാന കാരണം പ്രാദേശിക വേട്ടക്കാരിൽ നിന്നും മാരകമായതോ അതുമല്ലെങ്കിൽ അവരുടെ ജീവൻ എടുക്കാൻ കഴിയാത്തതുമായ വെടിയുണ്ടകൾ പുലികളുടെയും കടുവകളുടെയും മറ്റും ശരീരത്തിൽ തറച്ചു കയറാറുണ്ട്. അങ്ങനെ
ഇങ്ങനെയുള്ള മൃഗങ്ങൾ പിന്നീട് മനുഷ്യരെ ആക്രമിച്ച പല കഥകളും അവിടെ ഉണ്ടായിട്ടുമുണ്ട്. അന്ന് ഞാൻ കണ്ട വാർത്തക്ക് പുറമെ പിന്നീടുള്ള ദിവസങ്ങളിൽ 2 കൊലപാതകങ്ങൾ കൂടി ആ നരഭോജി പുലി സംഘം എന്ന ഗ്രാമത്തിൽ നടത്തിയിരുന്നു. ഇതോടുകൂടെ അന്നത്തെ കാലത്ത് പത്രത്തിലെ 1-ാമത്തെ പേജിൽ തന്നെ ആ വാർത്ത അന്ന് കാണാമായിരുന്നു. ജനങ്ങൾ എല്ലാവരും തന്നെ സംഘം എന്ന ഗ്രാമത്തെക്കുറിച്ച് സംസാരിക്കുവാനും തുടങ്ങി. അതുകൊണ്ടായിരിക്കണം മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മദ്രാസിൽ നിന്നുമെല്ലാം ഈ വാർത്ത കേട്ടറിഞ്ഞ ശിക്കാരികൾ സംഘം എന്ന ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചതും അത് മറ്റൊന്നിനുമായിരുന്നില്ല, ആ പുലിയെ പിടിക്കുവാൻ വേണ്ടിയായിരുന്നു. അന്നത്തെ കാലത്ത് ഗ്രാമങ്ങൾക്ക് ശല്യമാകുന്ന നരഭോജികളെ പിടിക്കുവാൻ കഴിഞ്ഞാൽ നല്ല പാരിതോഷികം കിട്ടുമായിരുന്നു. അങ്ങനെ അവിടെ എത്തിയ നാട്ടുകാർ പല കെണികളും ഒരുക്കി വെച്ചു. ആ നരഭോജിയെ പിടിക്കുവാൻ വേണ്ടി പല പദ്ധതികളും തയ്യാറാക്കി. അങ്ങനെ ഒടുവിൽ അതിലൊരു വേട്ടക്കാരന് വേട്ടയ്ക്ക് വേണ്ടി പോയപ്പോൾ ഒരു പുലിയെ വേട്ടയാടുവാൻ കഴിഞ്ഞു. അങ്ങനെ അയാളുടെ തോക്കിന് കീഴടങ്ങിയ പുലി നരഭോജിയായ പുലിയാണെന്ന് അവിടെയുള്ള ഗ്രാമീണരും എല്ലാവരും വിശ്വസിച്ചു. അതിനുശേഷം ഏകദേശം ഒരാഴ്ചക്കാലം വരെ ആ നായാട്ടുകാർ അവിടെ ചിലവഴിച്ചു. അങ്ങനെയുള്ള ആ ഒരു ആഴ്ചക്കാലവും ആ നരഭോജി പുലിയുടെ യാതൊരു ശല്യവും ആ പ്രദേശങ്ങളിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. അതോടുകൂടെ അവരുടെ വെടിയേറ്റ് പിടഞ്ഞു മരിച്ച ആ പുലി നരഭോജിയായ ആ പുലി തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു. ഗ്രാമത്തലവൻ ആ പുലിയെ വേട്ടയാടിയവനെ പുകഴ്ത്തുകയും പാരിതോഷവും കൊടുത്തതിന് ശേഷം വേട്ടക്കാർ അവരുടെ അതാതു ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങിപ്പോയി. നരഭോജിയായ ആ പുലിയുടെ കഥ അവിടെ അവസാനിച്ചു എന്ന് വിശ്വസിച്ചു. സംഘം എന്ന ഗ്രാമത്തിലെ ഗ്രാമീണരും നാട്ടുകാരും വളരെയേറെ സന്തോഷത്തോടെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തി. വീണ്ടും ഗ്രാമത്തിൽ സന്തോഷവും ആഘോഷങ്ങളും തുടങ്ങി. പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും അവിടേക്ക് എത്തിയിരുന്ന ശിക്കാരികൾ കാടിളക്കി അവിടെയൊക്കെ കെണികൾ വെച്ച് രാപ്പകൽ ഇല്ലാതെ പുലിയെ വേട്ടയാടുവാൻ വേണ്ടി അവിടെ കാത്തിരുന്ന സമയം ഒന്നുകിൽ അവിടെയുള്ള കോലാഹലങ്ങളിൽ നിന്നും അപകടം മണത്ത ആ നരഭോജി പുലി മറ്റേതെങ്കിലും പ്രദേശത്തേക്കോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രാമത്തിലേക്കോ അവന് വേണ്ടിയുള്ള ഇര തേടി പോയതായിരിക്കണം. സംഘത്തിലെ ജനങ്ങളുടെ ജീവിതം സാധാരണ രീതിയിലായിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു കാണണം. വീണ്ടും ആ പുലിയുടെ മറ്റൊരു ആക്രമണം ആ ഗ്രാമത്തിൽ തന്നെ അരങ്ങേറി. ഗ്രാമത്തിലുള്ള തടിപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കുടിലിലായിരുന്നു അവന്റെ ആക്രമണം അരങ്ങേറിയത്. ആ കുടിലിനുള്ളിൽ ഗ്രാമീണനൊപ്പം 4-5 നായ്ക്കളും ഉണ്ടായിരുന്നു. അയാളുടെ കുടിലിനെ പറ്റി നമ്മൾ വിശദമായി പറയുകയാണെങ്കിൽ മുഴുവനായും പലകകൾ കൊണ്ട് നിർമ്മിച്ച കുടിലാണ്. അതിൻ്റെ മേൽക്കൂരയാകട്ടെ ഷീറ്റ് മേഞ്ഞതുമാണ്. കുടിലിൻ്റെ വാതിലും മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. അതിൻ്റെ വിടവുകൾ അടക്കുവാൻ വേണ്ടി മുള്ളു കമ്പികൾ, അതായത് വേലി കെട്ടുന്ന കമ്പികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആ ഒരു വീട്ടിലെ ഗ്രാമീണനെ ലക്ഷ്യമാക്കിയാണ് ആ നരഭോജി പുലി അവിടേക്ക് നടന്നു വരുന്നത്. സമയം ഏകദേശം അർദ്ധരാത്രിയായി കാണണം. ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും ഉറക്കത്തിലേക്ക് ആഴുന്ന സമയം. ഗ്രാമത്തിനുള്ളിൽ എങ്ങും കൂരാകുരിട്ട് 1 മാസത്തിനപ്പുറം ഗ്രാമത്തിനുള്ളിലെ മനുഷ്യന്റെ പച്ച മാംസവും രക്തവും തേടി അവിടേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാമീണന് കൂട്ടിന് വീട്ടിൽ ഉണ്ടായിരുന്ന നായ്ക്കൾ എന്തിൻ്റെയോ വരവറിഞ്ഞ മട്ടിൽ ശക്തമായി കുരക്കുകയാണ്. അങ്ങോട്ട് നടന്നു വരുന്ന പുലിയെ ഭയപ്പെടുത്തി ഓടിപ്പിക്കുവാനും അതുമല്ലെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഗ്രാമീണനെ ഉണർത്തുവാൻ എന്ന മട്ടിൽ ആ നായ്ക്കൾ ഒരുപാട് പരിശ്രമിച്ചു. എന്നാൽ മനുഷ്യന്റെ പച്ച മാംസത്തിനോടുള്ള ആർത്തി പൂണ്ട ആ നരഭോജി പുലി ഇതൊന്നും കേട്ട് പിന്മാറുവാൻ തയ്യാറായിരുന്നില്ല. അവൻ പതിയെ ആ കുടിലിന്റെ വാതിലിനരികിലെത്തി അവിടെ കുരച്ചുകൊണ്ടിരിക്കുന്ന നായ്ക്കളെയും മറികടന്നുകൊണ്ട് വാതിലിന്റെ വിടവിലൂടെ കുടിലിനകത്തേക്കും പ്രവേശിച്ചു. പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ ഒന്നും അറിയാതെ കുടിലിനുള്ളിൽ കിടന്നുറങ്ങുന്ന ഗ്രാമീണന്റെ കഴുത്തിലേക്ക് ആ പുലി അവന്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കടിച്ചു പിടിച്ചു. ഒന്ന് ശബ്ദിക്കുവാൻ പോലും കഴിയാതെ അയാൾക്ക് അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായി. അയാളുടെ ചുടു രക്തം കഴുത്തിലൂടെ വാർന്നൊഴുകുവാൻ തുടങ്ങി. അയാളുടെ കഴുത്തിൽ മുറുകെ കടിച്ചു പിടിച്ചുകൊണ്ട് ആ പുലി അയാളെയും വലിച്ചുകൊണ്ട് വാതിലിന്റെ വിടവിലൂടെ പുറത്തേക്ക് കടക്കുവാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ വാതിലിന്റെ വിടവുകൾ മറച്ചു വെച്ചിരുന്ന വേലിക്കമ്പികൾ അയാളുടെ ശരീരത്തിൽ ഉടക്കി പിടിച്ചു. നരഭോജി തന്റെ സകല ശക്തിയും ആവാഹിച്ചെടുത്ത അയാളുടെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. ഒടുവിൽ അവസാനം ആ വാതിൽ തകർന്ന് പുലിയുടെ മുകളിലേക്ക് വീഴുകയും ചെയ്തു. വാതിൽ തകർന്നപ്പോൾ ഉണ്ടായ വലിയ ശബ്ദവും നായ്ക്കളുടെ കൂട്ടക്കുരച്ചിലുകളും കേട്ട് ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും അപ്പോഴേക്കും ഉണർന്നിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിനുള്ളിൽ എന്തോ പിടിവലി നടക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അവർ അവരെ കൊണ്ട് ആകുന്ന വിധത്തിൽ അതിനെ പ്രതിരോധിക്കുവാൻ തുടങ്ങി. തീപന്തങ്ങൾ കത്തിച്ചും കുറുവടിയും എടുത്തുകൊണ്ട് അവർ ആ നരഭോജി പുലിയെ നേരിടുവാൻ തന്നെ
തീരുമാനിച്ചു. ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി ഗ്രാമീണർ കൂട്ടത്തോടെ അവിടേക്ക് ഓടി വന്നു. ആളുകളുടെ ഒച്ചയും ശബ്ദവും തീപന്തത്തിന്റെ വെളിച്ചവും കണ്ടതുകൊണ്ടായിരിക്കണം ആ നരഭോജി അയാളുടെ മൃതദേഹം അവിടെ ഉപേക്ഷിച്ച് വനത്തിനുള്ളിലേക്ക് തിരികെ ഓടി മറഞ്ഞത്. ഗ്രാമത്തിലുള്ള ഗ്രാമീണർ അവിടേക്ക് എത്തുമ്പോൾ കണ്ട കാഴ്ച വാതിൽ തകർന്ന് അവിടെ ഉണ്ടായിരുന്ന മുള്ളുകമ്പിയിൽ കുടുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ്. പുലിയെ അവർ പരിസരമാകെ നോക്കിയെങ്കിലും അവിടെയൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. അവിടമാകെ പരിശോധിച്ചപ്പോൾ അവർക്ക് മറ്റൊരു കാര്യം കാണുവാൻ സാധിച്ചു. അതെ, പുലിയുടെ കാൽപ്പാടുകൾ. ആ പുലി വീണ്ടും വന്നിരിക്കുന്നു എന്ന് ഗ്രാമീണർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു. നായ്ക്കൾ ഈ സമയത്തും അതിശക്തമായി തന്നെ കുരക്കുന്നുണ്ടായിരുന്നു. രക്തം മരവിക്കുന്ന കാഴ്ച കണ്ട അവിടെയുള്ള ഗ്രാമീണർക്ക് ഒരു കാര്യം മനസ്സിലായി. അന്ന് ശിക്കാരിയുടെ തോക്കിന് ഇരയായത് നരഭോജിയായ ഈ പുലിയല്ല എന്നുള്ള സത്യം അവർ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അവൻ ഉൾക്കാടിൽ എവിടെയോ മറഞ്ഞിരിക്കുകയായിരുന്നു ഇത്രയും കാലം. അവൻ വീണ്ടും തിരികെ ഈ ഗ്രാമത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. അന്നത്തെ രാത്രിയിൽ തന്നെ അവിടെയുള്ള ഗ്രാമീണർ അവരുടെ ഗ്രാമത്തലവനെ കാണുവാൻ പോയി. അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും അവരുടെ ഗ്രാമത്തലവനോട് പറയുകയും ചെയ്തു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തന്നെ സംഘം ഗ്രാമത്തിൽ നിന്നും അവരുടെ ഗ്രാമത്തലവനും 4-5 ആളുകളും അകമ്പടിയോടെ ബാംഗ്ലൂരിലെ എൻ്റെ വസതിയിലേക്ക് എത്തുകയും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം എന്നോട് പറയുകയും ചെയ്തു. ഞങ്ങളെ ഗ്രാമത്തിലുള്ളവരെ സഹായിക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. നിങ്ങൾ വന്ന് അതിനെ പിടിച്ചില്ലെങ്കിൽ അവിടെ ഇറങ്ങിയിരിക്കുന്ന നരഭോജി പുലി ഗ്രാമത്തിലുള്ള ഓരോരുത്തരുടെയും കഥ കഴിക്കുമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അയാളുടെ വിഷമത്തോടെയുള്ള സങ്കടം എനിക്ക് കണ്ടില്ല എന്ന് നടിക്കുവാൻ സാധിക്കില്ലായിരുന്നു. ഞാൻ നിങ്ങൾക്കൊപ്പം അങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചു. തുടർന്ന് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോവുകയും അവിടെ നിന്നും 3 ദിവസത്തെ അവധി എഴുതി വാങ്ങിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അവർക്കൊപ്പം സംഘം എന്ന ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. എൻ്റെ കാറിലായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചിരുന്നത്. ഗ്രാമത്തലവനും പിന്നെ 1-2 പേരും എൻ്റെ കാറിൽ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 2-3 ഗ്രാമീണർ എൻ്റെ കാറിൽ സ്ഥലമില്ലാത്തതിനാൽ നിങ്ങൾ യാത്ര തിരിച്ചോളൂ എന്നും ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിക്കോളാം എന്നും അവർ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംഘം എന്ന ഗ്രാമം ലക്ഷ്യമിട്ട് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ കങ്കൻഹള്ളി എന്ന ഒരു ചെറു പട്ടണത്തെ ഞങ്ങൾ പിന്നിട്ടു. കങ്കൻഹള്ളി എന്ന ഈ പട്ടണം നിങ്ങൾ ഓർത്തുവെക്കുക. കാരണം കഥ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ തിരിച്ച് ഈ പട്ടണത്തിലേക്ക് തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇടുങ്ങിയ റോഡുകളും ധാരാളം ഹെയർ പിന്നുകളും എനിക്ക് മറികടക്കേണ്ടതായി വന്നു. എന്നാൽ അവസാനത്തെ 10 മൈൽ എനിക്ക് ഡ്രൈവിംഗ് വളരെ അസഹനീയമായി തോന്നി. അത്രയും മോശപ്പെട്ട റോഡുകളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ സംഘം എന്ന ഗ്രാമത്തിനരികിലുള്ള ഒരു ചെറിയ ബംഗ്ലാവിൽ എത്തിച്ചേർന്നു. സംഘം ബംഗ്ലാവ്. അവിടെയാണ് എനിക്ക് വേണ്ടിയുള്ള താമസ സൗകര്യം സജ്ജീകരിച്ചിട്ടുള്ളത്. പ്രകൃതിയാൽ അതിമനോഹരമായ ഒരു സ്ഥലമായിരുന്നു സംഘം എന്ന ഈ ഒരു കൊച്ചു ഗ്രാമം. ധാരാളം വന്യജീവികളെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ അതിമനോഹരമായ കാഴ്ചകളും എന്നെ കാത്തിരിക്കുന്നു. വരുന്ന വഴികളിലൂടെ അതെല്ലാം പലതും എനിക്ക് കാണുവാനും സാധിച്ചു. സംഘം എന്ന ഈ ഒരു സ്ഥലത്തിന് സംഘം എന്ന ഈ പേര് വരുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കാവേരി അതിൻ്റെ പോഷക നദിയായ അർക്കാവതി നദിയുമായി കൂടിച്ചേരുന്ന, അതുമല്ലെങ്കിൽ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. അതിനാലാണ് ഈ പ്രദേശത്തെ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ കാവേരി നദി പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുകയാണ്. ഈ സ്ഥലം സ്ഥിതി ചെയ്തത് കാവേരിയുടെ വടക്കു ഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം മൈസൂർ സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്നു. അതുപോലെ കാവേരിയുടെ തെക്കൻ കര നോർത്ത് കോയമ്പത്തൂർ ജില്ലയിലെ കൊല്ലകൾ എന്ന ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ്. കൊല്ലകളിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? കാരണം ഇതിനു മുന്നേയുള്ള പല കഥകളിലും നമ്മൾ കൊല്ലകൾ ഫോറസ്റ്റിനെ പറ്റിയുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട്. മൈസൂർ വനത്തിന്റെ ഭാഗത്ത് പലതരം മാനുകൾ, കരടികൾ, കാട്ടുപന്നികൾ, പുലികൾ, കടുവകൾ എന്നിങ്ങനെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ തെക്കൻ തീരത്തെ കോയമ്പത്തൂർ കാടുകളിൽ മുന്നേ നമ്മൾ പറഞ്ഞ ജീവികളെ കൂടാതെ ആനകളും കാട്ടുപോത്തുകളും ധാരാളമായി കാണപ്പെടുന്നു. ഞാനിപ്പോൾ താമസിക്കുന്ന സംഘം ബംഗ്ലാവിന്റെ സമീപത്ത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വലിയൊരു മരമുണ്ട്. അതിന്റെ തണലിൽ ഞാൻ എൻ്റെ കാർ പാർക്ക് ചെയ്തു. 1-2 ഗ്രാമീണർ എൻ്റെ സാധന സാമഗ്രികളെല്ലാം എടുത്ത് ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. അതിനുശേഷം ഞാൻ ഗ്രാമത്തലവനൊപ്പം അവരുടെ ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. നരഭോജിയായ ആ പുലിയുടെ അവസാനം ആക്രമണമുണ്ടായ ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ നടന്നു നീങ്ങുന്നത്. അധികം വൈകാതെ ഞങ്ങൾ സംഭവം നടന്ന ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അതായത് ആ വീടിന് മുന്നിൽ. അതിന് ചുറ്റുപാടും ഞാൻ ഒന്ന് നിരീക്ഷിച്ചു. എൻ്റെ നിരീക്ഷണത്തിൽ പുതുതായി അതിനരികിൽ വീണ പുലിയുടെ കാൽപ്പാടുകൾ എനിക്ക് കാണുവാൻ
കാണുവാൻ സാധിച്ചു. അതിനു പുറമെ അവിടെ അരങ്ങേറിയ സംഭവങ്ങൾ അവിടെ ചുറ്റിപ്പറ്റി കൂടിയ ഗ്രാമീണരിൽ നിന്നു തന്നെ ചോദിച്ചു മനസ്സിലാക്കി. അവർ എന്നോട് പറഞ്ഞ വിവരപ്രകാരം ഞാൻ ഒരു അനുമാനത്തിൽ എത്തിച്ചേർന്നു. നരഭോജി ഇവിടെ പുലിയായതുകൊണ്ട് തന്നെ അതിനെ അത്ര പെട്ടെന്നൊന്നും കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അവരിൽ നിന്നും അറിഞ്ഞ വിവരം അനുസരിച്ച് നദിയുടെ വടക്കൻ തീരങ്ങളിൽ അവന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാൻ ധാരാളം സ്ഥലങ്ങളുണ്ട്. അതുകൂടാതെ കാവേരിയുടെ തെക്കുഭാഗത്തിൽ അതിനിഗൂഢമായ ഒരു വനം തന്നെ അവനെ കാത്തിരിക്കുന്നുമുണ്ട്. എന്നാൽ എനിക്കവിടെ ഒരു ആശ്വാസമേകിയത് മറ്റൊന്നുമായിരുന്നില്ല. പുലികളിൽ നിന്നും കടുവകളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ ഒരു പ്രധാന കഴിവാണ്. കടുവകൾ എത്ര വലിയ നദിയും എത്ര സമയമെടുത്തും അവ നീന്തി കയറുവാൻ ശ്രമിക്കും. എന്നാൽ പുലികളാവട്ടെ ഇങ്ങനെ ചെയ്യുവാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ഭാഗത്തേക്ക് നീന്തി പോകുവാൻ ഒരു സാധ്യതയും ഉണ്ടാവില്ല എന്ന് ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിനാൽ അവൻ ആ കോയമ്പത്തൂർ ദിശയിലേക്ക് കടക്കുവാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ എൻ്റെ പുതിയ പദ്ധതികൾ ഗ്രാമത്തലവനോട് ആവിഷ്കരിച്ചു. ഗ്രാമത്തലവന്റെ സഹായത്തോടെ ഞാൻ 5 കാളക്കുട്ടികളെ വാങ്ങി. എൻ്റെ പദ്ധതി പ്രകാരം തന്നെ ഞാൻ അവയെല്ലാം ഗ്രാമങ്ങളുടെ പലയിടങ്ങളിലായി കെട്ടിയിട്ടു. പുലി ഇതിനു മുമ്പ് സഞ്ചരിച്ചു വന്ന ഇടങ്ങളിലും വരുവാൻ സാധ്യതയുള്ള ഇടങ്ങളിലുമെല്ലാമായിരുന്നു അവയെ കെട്ടിയിരുന്നത്. എനിക്ക് വേണ്ട വിവരങ്ങളും മറ്റും ശേഖരിച്ച് ആ നരഭോജിക്കുള്ള കെണികളെല്ലാം ഒരുക്കി. ഞാൻ തിരികെ ബംഗ്ലാവിലേക്ക് എത്തിയപ്പോഴേക്കും സൂര്യൻ ചക്രവാളത്തിലേക്ക് പോയി മറഞ്ഞിരുന്നു. ബംഗ്ലാവിലുള്ള ജോലിക്കാരൻ എനിക്ക് വേണ്ടിയുള്ള അത്താഴം അവിടെ ഒരുക്കിയിരുന്നു. അത് കഴിച്ചതിന് ശേഷം ബംഗ്ലാവിൻ്റെ വരാന്തയിൽ വന്നിരുന്നു. അതിനുശേഷം പൈപ്പ് ലോഡ് ചെയ്ത് ഞാനൊന്ന് നീട്ടി വലിച്ചു. ബംഗ്ലാവിന് അരികിലൂടെയാണ് കാവേരി നദി ഒഴുകിപ്പോകുന്നത്. അത് പാറക്കെട്ടുകളിൽ വന്ന് തട്ടുമ്പോൾ ഉണ്ടാവുന്ന കളകള ശബ്ദങ്ങളും എനിക്ക് കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. ഞാൻ ആ ശബ്ദങ്ങളും ചെവിയോർത്ത് അവിടെ തൂണിൽ ചാരിയിരുന്നു. ചന്ദ്രന്റെ നിലാവ് അന്ന് രാത്രിയിൽ ഉണ്ടായിരുന്നില്ല. ഇരുണ്ടതും മേഘാവൃതവുമായ ഒരു രാത്രിയായിരുന്നു അന്ന് എനിക്ക് സമ്മാനിച്ചത്. അതിനാൽ തന്നെ ഇനിയും പുലിയെ കാത്ത് ഗ്രാമത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയതേയില്ല. കാരണം രാത്രിയുള്ള കാഴ്ച പരിമിതമാണ്. ചുരുക്കത്തിൽ അന്നത്തെ രാത്രിയിൽ കൂരാകൂരിരുട്ടായിരുന്നു. ഇന്നത്തെ രാത്രിയിൽ അവനെ കാത്തിരിക്കുന്ന ശ്രമം ഉപേക്ഷിച്ച് ബംഗ്ലാവിനുള്ളിലെ എൻ്റെ റൂമിലേക്ക് കിടന്നുറങ്ങുവാൻ പോയി. പിറ്റേന്ന് രാവിലെ പുലർന്ന് സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയിലേക്ക് വന്ന് പതിച്ചപ്പോൾ തന്നെ ഞാൻ ഉണർന്നിരുന്നു. രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ തോക്കുമെടുത്ത് ബംഗ്ലാവിൽ നിന്നും ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. അവിടെ നിന്നും 2-3 ഗ്രാമീണരെ വിളിച്ച് തലേ ദിവസം കന്നുകാലികളെ കെണിയായി കെട്ടിയിട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ പോയി. അവിടെ ഞങ്ങൾ കെട്ടിയിട്ട എല്ലാ കാളകളും ജീവനോടെ പുല്ല് മേഞ്ഞിരിക്കുന്നുണ്ട്. അതിന് ചുറ്റുപാടും ഞാൻ ഒന്ന് നിരീക്ഷിച്ചു. അതിനരികിലേക്ക് പുലി വന്നതിൻ്റെ യാതൊരു സൂചനയും കാൽപ്പാടുകളും കണ്ടെത്തുവാൻ സാധിച്ചില്ല. പിന്നീട് ഞങ്ങൾ അവിടെ നിന്നും പോയത് തലേ ദിവസം ഞങ്ങൾ കടന്നു വന്ന റോഡ് ലക്ഷ്യമാക്കിയായിരുന്നു. ഹെയർ പിന്നുകളും ആ ഗട്ടർ റോഡുകളെല്ലാം പിന്നിട്ടുകൊണ്ട് ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. റോഡിൻ്റെ ഇരുവശവും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു കൊണ്ടാണ് ഞങ്ങൾ മുന്നിലോട്ട് നടന്നു പോയിരുന്നത്. അതുവഴിയൊന്നും ആ പുലിയുടെ യാതൊരു തെളിവും കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതിന് പരിസര പ്രദേശങ്ങളിലൊന്നും അവൻ്റെ കാൽപ്പാടുകളോ സൂചനകളോ ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. പിന്നീട് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചത് പുള്ളിമാനുകളുടെയും കേഴമാനുകളുടെയും കാൽപ്പാടുകളാണ്. അവയല്ലാതെ മറ്റൊരു മൃഗവും അതുവഴി കടന്നു പോയിട്ടില്ല. പിന്നീട് എൻ്റെ നടത്തം ഉപേക്ഷിച്ച് തിരികെ ബംഗ്ലാവിലേക്ക് തന്നെ നടന്നു. റോഡിലൂടെ നടന്നു വരുന്നതിന് പകരം ഞാൻ തിരഞ്ഞെടുത്തിരുന്നത് കാട്ടുവഴിയായിരുന്നു. വനം കയറി കുന്നുകടന്ന് കുറുക്കു വഴിയിലൂടെ ആർക്കാവതി നദിയുടെ വരണ്ട തീരത്ത് എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ അന്വേഷിച്ചത് ആ നരഭോജിയായ പുലിയുടെ കാൽപ്പാടുകൾ തന്നെയായിരുന്നു. ഒരു പക്ഷേ നദിയിലേക്ക് അവൻ വെള്ളം കുടിക്കുവാൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാൽപ്പാടുകൾ അവിടെ കാണുവാൻ സാധ്യതയുണ്ട്. അവൻ്റെ കാൽപ്പാടുകൾ തേടി ഞാൻ തെക്കുവശത്തേക്ക് നടന്നു. മുമ്പ് ഞാൻ കണ്ടതുപോലെ മാനുകളുടെയും മ്ലാവുകളുടെയും കാൽപ്പാടുകളല്ലാതെ മറ്റൊരു ട്രാക്കുകളും എനിക്കിവിടെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഒടുവിൽ ഞാൻ അവിടെ നിന്നും തിരിച്ച് നടന്ന് അവസാനം എത്തിച്ചേർന്നത് കാവേരിയുടെയും അർക്കാവതിയുടെയും സംഗമ സ്ഥലത്തായിരുന്നു. അപ്പോഴേക്കും സമയം ഏതാണ്ട് ഉച്ച കഴിഞ്ഞിരുന്നു. ഞാൻ അടുത്ത അവധി ദിവസത്തിൽ നിന്നും 1.5 ദിവസം അപ്പോഴേക്കും പിന്നിട്ടിരുന്നു. പിന്നീട് ഞാൻ അവിടെ നിന്നും ബംഗ്ലാവിലേക്ക് തിരിച്ച് നടക്കുകയും ഉച്ചഭക്ഷണത്തിന് ശേഷം ഞാൻ വീണ്ടും കാവേരിയുടെ നദീതീരത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്നും 4 മൈൽ കിഴക്കോട്ട് സഞ്ചരിക്കുവാനായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ കാവേരി നദി ഒരു ഇടുങ്ങിയ ഭാഗത്തുകൂടെ കടന്നു പോകുന്നുണ്ട്. ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആ ഭാഗത്താണ്.
ഇവിടെ എത്തുമ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള ഒരു ശബ്ദവും കേൾക്കുവാൻ സാധിക്കില്ല. ഇതുവഴി സഞ്ചരിക്കുമ്പോൾ നദിയിലെ ജലത്തിന്റെ ആർപ്പിരമ്പുകൾ മാത്രമാണ് കേൾക്കുവാൻ സാധിക്കുക. പാറക്കെട്ടുകളിലും മറ്റും ശക്തമായി ജലം തട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ ശബ്ദങ്ങൾ മാത്രമാണ് കേൾക്കുവാൻ സാധിക്കുക. ഇവിടെ നിന്ന് ഒരാൾ ഉച്ചത്തിൽ നിലവിളിച്ചാൽ പോലും അവൻ്റെ നിലവിളി ശബ്ദം പോലും വീങ്ങുവാനുള്ള ശബ്ദമാണ് ഇവിടെ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ഞാൻ അല്പസമയം ഇവിടെയുള്ള ഒരു പാറക്കെട്ടിലിരുന്നു. കലങ്ങി ഒഴുകുന്ന ആ നദിയിലെ ജലത്തിലേക്ക് കുറച്ച് സമയം നോക്കി നിന്നു. ഇനിയും ഇവിടെ സമയം ചിലവഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് ബംഗ്ലാവ് ലക്ഷ്യം വെച്ച് തിരികെ നടന്നു. വളരെയേറെ നിരാശനായിരുന്നു ഞാൻ. കാരണം ആ നരഭോജിയായ പുലിയുടെ പുതുതായ കാൽപ്പാടുകൾ ഒന്നും തന്നെ എനിക്ക് കാണുവാൻ സാധിച്ചിരുന്നില്ല. രാത്രി ആഴപ്പോഴേക്കും ബംഗ്ലാവിൻ്റെ കാവൽക്കാരൻ അയാളുടെ വളർത്തു നായയുമായി അവിടേക്ക് കടന്നു വന്നു. എൻ്റെ കണ്ണുകൾ അയാളുടെ കൂടെയുള്ള നായയിൽ പതിച്ചു. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്തതും താല്പര്യപ്പെടാത്തതുമായ ഒരു കാര്യത്തിലേക്കാണ് എൻ്റെ ചിന്തയെ കൊണ്ടെത്തിച്ചത്. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. എൻ്റെ സമയപരിധി അതുകൊണ്ട് മാത്രമാണ്. അയാളുടെ പക്കൽ നിന്നും നായയെ വാങ്ങി നരഭോജിയായ പുലിക്ക് ഇരയാക്കി നിർത്തി അവന് കെണിയൊരുക്കാം എന്ന പദ്ധതിയായിരുന്നു എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത്. എന്തായാലും വരുന്നത് വരട്ടെ എന്ന് കരുതി ഞാൻ അയാളോട് അയാളുടെ നായയെ ചോദിച്ചു. ഞാൻ ആദ്യം അയാളോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അയാൾ അതിന് വിസമ്മതിച്ചു. എന്നാൽ ഒരു 3 രൂപ അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ അയാൾ അയാളുടെ നായയെ എനിക്ക് തന്നു. അന്നത്തെ കാലത്ത് 3 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ സംഖ്യയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നമുക്ക് കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാൻ രാവിലെ നടക്കുവാൻ പോയപ്പോൾ ബംഗ്ലാവിനരികിലായി ഒരു വലിയ പാറ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എനിക്കിനി ആ പാറ ലക്ഷ്യമാക്കിയാണ് നടന്നു പോകേണ്ടത്. ആ പാറയുടെ ചുവട്ടിൽ ഈ നായയെ കെട്ടിയിട്ട് അവിടെ നിന്നും വലത്തോട് തിരിഞ്ഞ് നായയുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞതിന് ശേഷം മറുവശത്തുകൂടെ നടന്നു വന്ന് പാറയുടെ മുകളിൽ കയറിയിരിക്കണം. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. നായയെ അവിടെ കെട്ടിയതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് അവൻ്റെ കണ്ണുകളിൽ നിന്നും മറപറ്റി അവൻ്റെ പിന്നിലൂടെ വന്ന് പാറയുടെ മുകളിൽ ഇരിപ്പുറപ്പിച്ചു. എന്നാൽ ആ പാവം നായ കരുതിയത് ഞാൻ അവനെ ഉപേക്ഷിച്ച് അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നാണ്. അതിൻ്റെ ഫലമായി അവൻ ഉച്ചത്തിൽ കുരക്കുവാനും തുടങ്ങി. ഇത് തന്നെയായിരുന്നു ഞാൻ മനസ്സിൽ കണ്ടതും. നായകൾ വളരെ ബുദ്ധിമാന്മാരാണ്. അവയെ ഇരയായി ഉപയോഗിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. കാരണം കന്നുകാലികളിൽ നിന്നും ആടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവ അവർക്ക് സംഭവിക്കാൻ പോകുന്ന അപകടം മുൻകൂട്ടി കാണുന്നു. അവ ഒരു പക്ഷേ ആക്രമിക്കപ്പെട്ടില്ല എങ്കിൽ പോലും മണിക്കൂറുകളോളം സമനില തെറ്റി മാനസിക സംഘർഷത്തിൽ ഏർപ്പെടുന്നു. ഇതിനു മുന്നേ സംഭവിച്ച ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പുലിയുടെ ഇരയായി കെട്ടിയിട്ട ഒരു നായയെക്കുറിച്ച്. അവ ആക്രമിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും പേടിച്ച് വിറച്ച് അവന് പല രോഗങ്ങളിൽപ്പെട്ട് ഒരാഴ്ചക്കുള്ളിൽ ചത്തുപോയി എന്ന കഥ. എൻ്റെ ഈ ചിന്തകളെല്ലാം ഒരു നിമിഷത്തേക്ക് ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് പാറക്കെട്ടിന് മുകളിൽ ഇരുന്നു കൊണ്ട് അതിന് ചുറ്റുപാടും നിരീക്ഷിച്ചു. അങ്ങനെ സമയം പതിയെ മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങുവാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് കാണണം. എൻ്റെ കണ്ണ് റോഡിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചാരനിറത്തിൽ വന്നൊടുക്കി. ഞാൻ ഒന്നുകൂടി അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതിനെ കണ്ട ഉടനെ തന്നെ അവിടെ കെട്ടിയിട്ട നായ ഭ്രാന്തമായി കുരക്കുവാൻ തുടങ്ങി. നായക്കരികിലേക്ക് ഏകദേശം 10 അടി അടുത്ത് വരെ അവൻ അതിവേഗത്തിൽ സഞ്ചരിച്ചു വന്നു. അവനിപ്പോൾ ആ നായയെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. മങ്ങിയ വെളിച്ചത്തിൽ അതെനിക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. അതെങ്ങാനും ഇനി ആ നരഭോജിയായ പുലി ആയിരിക്കുമോ എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. ഞാൻ പിന്നീട് ഒട്ടും താമസിച്ചില്ല. എൻ്റെ റൈഫിൾ ഞാൻ എൻ്റെ തോളിലേക്ക് എടുത്തു വെച്ചു. റൈഫിളിൽ ഘടിപ്പിച്ചിരുന്ന ടോർച്ച് അതിനുമേൽ പ്രകാശിപ്പിച്ചു. എൻ്റെ ടോർച്ചിൻ്റെ പ്രകാശം അതിൽ പതിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ദക്ഷിണേന്ത്യയിൽ സാധാരണമായി കാണപ്പെടുന്ന കൈതപ്പുലിയായിരുന്നു അത്. എൻ്റെ ടോർച്ചിൻ്റെ പ്രകാശം അവനിൽ നിന്ന് പതിച്ചപ്പോൾ അവൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് മറഞ്ഞു. പിന്നീട് അവിടെ അരങ്ങേറിയത് ഒരു രസകരമായ കളിയായിരുന്നു. കഴുതപ്പുലി ആ കുറ്റിക്കാട്ടിൽ ഇരുന്നു കൊണ്ട് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാനും പിന്നീട് ഇടയ്ക്ക് റോഡിലേക്ക് വരികയും അവിടെ നിന്ന് തിരികെ കുറ്റിക്കാട്ടിലേക്ക് തന്നെ തിരിച്ചു ഓടുകയും ചെയ്തുകൊണ്ടിരുന്നു. നായയെ അവിടെ കെട്ടിയ വിവരം അറിയാതെ അവനെ അവിടെ നിന്നും ഓടിക്കുവാനുള്ള പെടാപാടിലായിരുന്നു ആ കഴുതപ്പുലി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അതിൽ പ്രകോപിതനായ നായ വളരെ ശബ്ദത്തിലും ശൗര്യത്തിലും കുരക്കുവാൻ തുടങ്ങി. ഇത് കണ്ടുനിന്ന ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. കൈതപ്പുലിയുടെ സാന്നിധ്യം നരഭോജിയായ പുലിയെ അവിടെ നിന്നും അകറ്റുമെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. അപ്പോഴാണ് മറ്റൊരു ആശയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. എൻ്റെ അരികിൽ ഉണ്ടായിരുന്ന ഒരു പാറക്കഷ്ണം എടുത്ത് അവന് നേരെ നീട്ടിയെറിഞ്ഞു. ആ പാറക്കല്ല് ചെന്ന് വീണത് അവൻ്റെ തൊട്ടു മുന്നിലായിട്ടായിരുന്നു. ഇത് കണ്ടതും അവൻ അതിൽ ഭയന്ന് അവൻ ദൂരേക്ക് ഓടി മറഞ്ഞു.
അങ്ങനെ സമയം വീണ്ടും മുന്നിലേക്ക് എഴിഞ്ഞു നീങ്ങി. ഏകദേശം 10:30 കഴിഞ്ഞു കാണണം. ദൂരെ നിന്നും തീപന്തത്തിൻ്റെയും ആളുകളുടെയും ശബ്ദങ്ങൾ എനിക്ക് കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞു. അവരിപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിരിക്കുന്ന പാറ ലക്ഷ്യമാക്കിയിട്ടാണ്. അവർ പാറയുടെ അടുത്ത് എത്തിയപ്പോൾ എന്നെ നീട്ടി വിളിച്ചു. അതിൽ പ്രകാരം ഞാൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു. അവരുടെ കൈകളിൽ തീപന്തങ്ങളും കുറുവടികളും മറ്റു ആയുധങ്ങളും ഉണ്ടായിരുന്നു. അവർ ഇവിടേക്ക് വന്നത് മറ്റൊരു കാര്യം എന്നോട് പറയാൻ വേണ്ടിയായിരുന്നു. ഞാൻ കാത്തിരിക്കുന്ന നരഭോജിയായ പുലിയുടെ ആക്രമണം 1 മണിക്കൂർ മുന്നേ ഗ്രാമത്തിൽ അരങ്ങേറിയിരിക്കുന്നു. ഈ ഒരു കാര്യം അവർ എന്നെ അറിയിച്ചു. ഇത്തവണയും ഗ്രാമത്തിലെ ഒരു കുടിലിനെയാണ് അവൻ ആക്രമിച്ചിരിക്കുന്നത്. കുടിലിന്റെ വിടവിലൂടെ അവൻ അകത്തേക്ക് പ്രവേശിച്ചു. മാതാപിതാക്കൾക്കൊപ്പവും സഹോദരന്മാർക്കൊപ്പവും ഉറങ്ങിക്കൊണ്ടിരുന്ന 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിയെ ആ നരഭോജി പുലി ആക്രമിച്ചു. പുലി അവളെ കടിച്ചു പിടിച്ചു വലിച്ച് ഇഴച്ചു കൊണ്ടുപോയപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അവളുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് സഹോദരങ്ങളും മാതാപിതാക്കളും എഴുന്നേറ്റത്. അവർ ഉണർന്നപ്പോൾ കണ്ട കാഴ്ച പുലി കയറി വന്ന ആ വിടവിലൂടെ അവളെ വലിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന കാഴ്ചയായിരുന്നു. ആ യുവതി പുലിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി കുതറി നോക്കുന്നുണ്ട്. പുലി കഴുത്തിലെ പിടിവിട്ട് അവളുടെ കാലിൽ ശക്തമായി കടിച്ചു. അതിനിടയിൽ ആ സഹോദരിയുടെ സഹോദരന്മാരിൽ ഒരാൾ റാന്തൽ കത്തിച്ചു. ആ റാന്തലിന്റെ പ്രകാശത്തിൽ അവിടെയുള്ള ആളുകൾ ആ പുലിയെ വ്യക്തമായി കാണുവാൻ സാധിച്ചു. ഇത് കണ്ട പെൺകുട്ടിയുടെ പിതാവ് ഒട്ടും താമസിയാതെ കുടിലിനുള്ളിൽ വെള്ളം സൂക്ഷിച്ചു വെച്ചിരുന്ന കലമെടുത്ത് ആ പുലിയുടെ നേരെ നീട്ടിയെറിഞ്ഞു. കുടം വന്നുകൊണ്ട് പതിഞ്ഞത് ആ പുലിയുടെ വയറുഭാഗത്തായിട്ടായിരുന്നു. അതോടെ നരഭോജിയായ ആ പുലി പെൺകുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് തിരികെ വന്ന വഴിയിലൂടെ ഓടിപ്പോവുകയായിരുന്നു. ആക്രമിക്കപ്പെട്ട യുവതിയുടെയും അതുപോലെ ആ വീടിനുള്ളിലെ ആളുകളുടെയും നിലവിളിയും കേട്ടാണ് ഗ്രാമീണരെല്ലാം ഉണർന്നത്. അതിൽ കുറച്ച് ഗ്രാമീണർ ഈ വാർത്ത എന്നെ അറിയിക്കുവാൻ ബംഗ്ലാവിലേക്ക് വന്നിരുന്നു. അപ്പോഴാണ് ഞാൻ ഇവിടേക്ക് എത്തിയ കാര്യം അവർ അറിയുന്നതും അതിൽ പ്രകാരം അവർ എന്നെ തേടി ഇവിടേക്ക് വന്നതും. പിന്നീട് ഒട്ടും സമയം പാഴാക്കാതെ ഞാൻ ബംഗ്ലാവിലേക്ക് നടന്നു. അതിനു മുമ്പ് അവിടെ വന്ന ഗ്രാമീണരിൽ ഒരാളോട് ഞാൻ പറഞ്ഞു അവിടെ കെട്ടിയിട്ട ആ നായയെ കൂടി കൊണ്ടുവരുവാൻ. അതിനുശേഷം ഞാൻ വളരെ വേഗത്തിൽ തന്നെ ബംഗ്ലാവിലേക്ക് നടന്നു നീങ്ങി. എൻ്റെ വണ്ടിയിൽ സൂക്ഷിച്ചിരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സിലേക്കാണ് ഞാൻ ആദ്യം എത്തിയത്. അതും എടുത്തുകൊണ്ട് ഗ്രാമത്തിലെ ആക്രമണം നടന്ന വീട് ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തിയ എന്നെ കാത്തിരുന്നത് അതിഭയാനകവും രക്തം മരവിപ്പിക്കുന്ന കാഴ്ചയുമായിരുന്നു. സംഭവം നടന്ന ആ കുടിലിനുള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചു. അവിടെ ആ യുവതി നിലത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. അതിമാരകമായ മുറിവുകൾ അവളുടെ ശരീരത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അവളുടെ വലതു തോളിലും അടിവയറിലും ആ നരഭോജി പുലി കടിച്ചു പൊളിച്ചിരുന്നു. അവളുടെ നെഞ്ചിന്റെ ഭാഗത്ത് നരഭോജിയുടെ കൂർത്ത നഖങ്ങളാൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവളുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു. അതെല്ലാം ചുടു രക്തത്തിൽ നനഞ്ഞിരുന്നു. എൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ട് അവളെ സുഖപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് ഒട്ടും താമസിച്ചില്ല. എങ്കിലും മുറിവുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായനി ഉപയോഗിച്ച് നല്ല പോലെ കഴുകി വൃത്തിയാക്കി. അവളുടെ മാതാവിൻ്റെ ഒരു പഴയ സാരി ഉപയോഗിച്ച് അവളുടെ മുറിവുകളെല്ലാം നല്ല പോലെ വരിഞ്ഞു കെട്ടി. ഒട്ടും സമയം കളയാതെ പെൺകുട്ടിയുടെ 2 സഹോദരങ്ങളെയും അതുപോലെ അവളുടെ അച്ഛനും കുറച്ച് നാട്ടുകാരും അവളെ ഒരു കട്ടിലിൽ ചുമന്ന് എൻ്റെ കാറിൻ്റെ അരികിലേക്ക് എത്തിച്ചു. അതിനുശേഷം അവളെ എടുത്ത് കാറിൻ്റെ പിൻ സീറ്റിലിരുത്തി. അവളുടെ പിതാവിനെയും 2 സഹോദരനെയും കാറിൽ കയറ്റി അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ കാർ വേഗത്തിൽ പായിച്ചു. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കങ്കൻഹള്ളിയിലെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിയാണ്. ഏകദേശം രാവിലെ 4 മണിയോടെ ഞങ്ങൾ അവിടെയുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയതിനു ശേഷം ഞാൻ അവിടെയുള്ള ഡോക്ടറെ വിളിച്ചുണർത്തി. അവളെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ കങ്കൻഹള്ളിയിലെ ബംഗ്ലാവ് ലക്ഷ്യമാക്കി തിരികെ വന്നു. വളരെയധികം രക്തം അവളുടെ ശരീരത്തിൽ നിന്നും വന്നൊഴുകി പോയിരുന്നു. അതിനാൽ തന്നെ അവൾ രക്ഷപ്പെടുവാനും സാധ്യത വളരെയേറെ കുറവുമായിരുന്നു. ഏകദേശം 4:30 ആയി കാണണം ഞാൻ കങ്കൻഹള്ളിയിലെ ആ ബംഗ്ലാവിൽ എത്തിയപ്പോൾ. ചോരയിൽ കുതിർന്ന എൻ്റെ വസ്ത്രങ്ങൾ ഞാൻ അഴിച്ചു മാറ്റി. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അതിനാൽ തന്നെ അതിൻ്റെ ബാക്കി ഭാഗം തൊട്ടാണ് ഇനി നമ്മൾ മുന്നോട്ട് പറയുന്നത്. മരണവാർത്ത അറിയിക്കുവാൻ അവിടെ എത്തിയ അവളുടെ സഹോദരനെ ഞാൻ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു. അവൻ്റെ കൂടെ ഞാൻ കങ്കൻഹള്ളിയിലെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അവിടെ എത്തിയപ്പോൾ അവളുടെ പിതാവ് എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ
ഒരു അഭ്യർത്ഥനയുമായി എൻ്റെ അരികിലേക്ക് എത്തി. മകളുടെ മൃതദേഹ ശരീരം സംഘത്തിൽ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചു തരണമെന്ന സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് അയാൾ എന്നിലേക്ക് വന്നത്. അതെനിക്ക് തള്ളിക്കളയുവാനാകുമായിരുന്നില്ല. അവളുടെ ജീവനറ്റ ശരീരം എൻ്റെ കാറിൻ്റെ പിൻസീറ്റിൽ കിടത്തി. അവളുടെ പിതാവിനെയും വണ്ടിയിൽ കയറ്റി സംഘം ഗ്രാമം ലക്ഷ്യമാക്കി പോയി. പോകുന്ന വഴിയിൽ കങ്കൻഹള്ളിയിലെ പോലീസ് സ്റ്റേഷനിൽ കയറി ഈ വിവരങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം സംഘം ലക്ഷ്യമാക്കി വീണ്ടും യാത്ര തിരിച്ചു. അവരുടെ ജീവനറ്റ ശരീരം കാവേരി നദിയുടെ തീരത്ത് ദഹിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു ആ യാത്ര. അങ്ങനെ ഒടുവിൽ അവരുടെ ഗ്രാമത്തിൽ അവളെയും അച്ഛനെയും ഇറക്കിയതിനു ശേഷം ഞാൻ സംഘത്തിലെ ബംഗ്ലാവ് ലക്ഷ്യമാക്കി പോയി. അവിടെ എത്തിയതിനു ശേഷം ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ മാറ്റി വീണ്ടും ഒന്നുകൂടെ കുളിച്ചു. അതിനുശേഷം പ്രഭാത ഭക്ഷണം കഴിച്ചു. ലോഡ് ചെയ്ത കുയൽ വലിച്ചുകൊണ്ട് ഇനി എന്തു ചെയ്യുമെന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ ആളിക്കത്തിക്കൊണ്ട് ബംഗ്ലാവിൻ്റെ വരാന്തയിൽ ഞാൻ അങ്ങനെ ഇരുന്നു. ഈ നരഭോജിയുടെ കയ്യിൽ നിന്നും ഈ ഗ്രാമത്തിലെ പാവങ്ങളെ എങ്ങനെ രക്ഷിക്കും എന്നുള്ള ചോദ്യചിഹ്നമായിരുന്നു എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നിരുന്നത്. ഇനിയും എനിക്കിവിടെ അവശേഷിക്കുന്നത് 4 പകലും 5 രാത്രിയുമാണ്. അതോടുകൂടെ എൻ്റെ ലീവ് അവസാനിക്കും. അതിനുള്ളിൽ തന്നെ ആ നരഭോജി പുലിയെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. ഞാൻ പതിയെ വരാന്തയിൽ നിന്നും എഴുന്നേറ്റ് കിടക്കുവാൻ വേണ്ടി എൻ്റെ കട്ടിൽ ലക്ഷ്യമാക്കി പോയി. ഞാൻ പതിയെ ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി. എന്നാൽ ആ ഉറക്കം ഉണർന്നത് പുലിയെ പിടിക്കുവാനുള്ള പുതിയ ഒരു പദ്ധതിയുമായിട്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ഉദിച്ചു വന്ന പദ്ധതി ഇതായിരുന്നു. സംഘം എന്ന ഗ്രാമത്തിലൂടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഇരുവശത്തായിട്ടാണ് 1 ഡസനോളം വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. പാതയുടെ തെക്കുഭാഗത്ത് നദീതീരത്തു നിന്നും വളരെ അകലത്തിലല്ലാതെ ഗ്രാമീണരുടെ കന്നുകാലികളെ ഒരു മുളയുടെ വേലി കെട്ടി കൂട്ടമായി അതിൽ സംരക്ഷിച്ചിരിക്കുന്നു. അതിന് സമീപത്തായി നരഭോജിയായ ആ പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ യുവതിയുടെ കുടിലും ഉണ്ടായിരുന്നു. അതുപോലെ അയാളുടെ നായ്ക്കളും. ഞാൻ നരഭോജിയായ പുലിക്കു വേണ്ടി കന്നുകാലികളുടെ ഇടയിൽ പതുങ്ങി കാത്തിരിക്കുകയാണെങ്കിൽ നരഭോജിയായ പുലിയുടെ കയ്യിൽ നിന്നും ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ആക്രമണങ്ങളിൽ നിന്നും ഞാൻ സുരക്ഷിതനായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, കന്നുകാലികളും നായ്ക്കളും നരഭോജികളുടെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ മതിയായ മുന്നറിയിപ്പ് എനിക്ക് കിട്ടുമെന്ന് അറിയാമായിരുന്നു. ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അതിൽ പ്രകാരം ഞാൻ രാത്രിയിൽ ഒരു കാക്കി കമ്പിളിയും ഒരു തൊപ്പിയും ധരിച്ചുകൊണ്ട് എൻ്റെ റൈഫിളും എനിക്ക് കഴിക്കുവാൻ വേണ്ടിയുള്ള ബിസ്ക്കറ്റും ചായയും എടുത്തുകൊണ്ട് ഞാൻ അവിടേക്ക് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. നരഭോജിയുടെ ശല്യത്തെ ഭയന്ന്, അതുമല്ലെങ്കിൽ അവരുടെ ജീവൻ പോകുമെന്ന് ഭയന്ന് ആ ഗ്രാമത്തിലെ ഗ്രാമീണരെല്ലാവരും തന്നെ നേരത്തെ അവരുടെ കുടിലിലേക്ക് കയറുമായിരുന്നു. രാത്രിയായാൽ പിന്നീട് പുറത്തേക്ക് ഇറങ്ങുവാൻ പോലും അവർ ഭയന്നിരുന്നു. ഞാൻ ഗ്രാമത്തിലൂടെ ആ വിജനമായ റോഡിലൂടെ നടന്നു നീങ്ങി. റോഡിൻ്റെ അരികിലുള്ള ഇരുവശത്തെ കുടിലുകളിലേക്കും ഞാൻ നോക്കി. കുടിലുകളുടെ വിടവുകളും വാതിലുകളുമെല്ലാം പുതുതായി കെട്ടിയ മുള്ളുകമ്പികൾ കൊണ്ട് സുരക്ഷിതമാക്കിയിരിക്കുന്നു. വൈകുന്നേരം ഏകദേശം 6 മണി ആയതോടുകൂടെ ഞാൻ കന്നുകാലികളെ പാർപ്പിച്ചിരുന്ന ആ ഷെഡിൽ എത്തിച്ചേർന്നു. അതിനുള്ളിൽ അവരുടെ നടുവിലായിട്ട് ഞാൻ അഭയം പ്രാപിച്ചു. ഞാൻ അതിനുള്ളിൽ പ്രവേശിച്ച് അതിൻ്റെ ചുറ്റുപാടും നിരീക്ഷിച്ചു നിന്നു. ഞാനിരിക്കുന്നതിൻ്റെ സ്ഥലത്ത് നിന്നും ചുറ്റോട് ചുറ്റും ഏകദേശം 50 യാർഡ് ദൂരം ഉണ്ടായിരുന്നു. ആ 50 യാർഡും വളരെ കൃത്യമായി തന്നെ എനിക്ക് കാണുവാനും സാധിക്കുമായിരുന്നു. അവിടെയുള്ള എൻ്റെ സാന്നിധ്യം കന്നുകാലികൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എന്നെ കണ്ടതോടെ കുറച്ചുപേർ കൂടിൻ്റെ ഒരു ഭാഗത്തേക്ക് നീങ്ങി നിന്നു. എന്നാൽ ചില കാളകൾ എൻ്റെ സമീപത്തേക്കെത്തി എൻ്റെ വസ്ത്രത്തിൽ കടിക്കുകയും അവരുടെ കൊമ്പുകൾ കൊണ്ട് എന്നെ തള്ളി നീക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഞാൻ അവയെ ഇണക്കിയെടുക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ അതിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെയുള്ള പരിസ്ഥിതികൾ എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ക്ഷുദ്രജീവികളുടെ ശല്യം അസഹനീയമായിരുന്നു. അവയിൽ നിന്നുമുള്ള കടിയും ചൊറിച്ചിലും മറ്റും. അങ്ങനെ സമയം പതിയെ മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. സൂര്യൻ പൂർണ്ണമായും ചക്രവാളത്തിലേക്ക് അസ്തമിച്ചു. രാത്രിയുടെ കറുത്ത കൂരാ ഇരുട്ടുകൊണ്ട് ഗ്രാമത്തെയും പരിസര പ്രദേശങ്ങളെയും ഇരുട്ട് മൂടിക്കഴിഞ്ഞു. ചന്ദ്രന്റെ നേരിയ വെളിച്ചം 7-8 മണി ആയപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് തെളിഞ്ഞു വന്നു. അങ്ങനെ വീണ്ടും സമയം മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. കൃത്യം രാത്രി 1 മണി കഴിഞ്ഞു കാണണം. അകലെയുള്ള കുന്നിൻ്റെ മുകളിൽ നിന്നും ഒരു മ്ലാവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ ചെവി കൂർപ്പിച്ചു വെച്ചു. അത് തുടർച്ചയായി ശബ്ദം ഉണ്ടാക്കുവാൻ തുടങ്ങി. മ്ലാവ് അവൻ്റെ കരച്ചിൽ നിർത്തിയപ്പോൾ അത് കേഴമാൻ ഏറ്റെടുത്തു.
അവനും ശബ്ദമുണ്ടാക്കി തുടങ്ങി. അതിനുശേഷം ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു കാണണം. താഴ്വരയിലെ നദിക്കരയിൽ നിന്നും മാനുകളുടെ കരച്ചിൽ ഉയർന്നു കേട്ടു. ഇത് കൃത്യമായ ഒരു സൂചനയാണ്. മലയിറങ്ങി ഒരു നരഭോജിയായ പുലി, അതുമല്ലെങ്കിൽ മാംസഭോജിയായ ഏതെങ്കിലും ഒരു ജീവി ഇറങ്ങിയിരിക്കുന്നു. ഒന്നുകിൽ അത് മറ്റേതെങ്കിലും പുലികളായിരിക്കാം, അല്ലെങ്കിൽ കടുവയായിരിക്കാം. എന്തായാലും അവൻ ഇര പിടിക്കുവാൻ വേണ്ടി മലമുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. കുറച്ച് സമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ ഞാൻ ഇരുന്നിരുന്ന സ്ഥലത്തെ കന്നുകാലികൾ അസ്വസ്ഥമാകുന്നത് കാണുവാൻ സാധിച്ചു. നിലത്ത് കിടന്നിരുന്ന കാളകളെല്ലാം പെട്ടെന്ന് എഴുന്നേറ്റു. അതിൽ ചില കാളകൾ ചീറുവാനും അവയുടെ കുളമ്പുകൾ നിലത്തിട്ട് തട്ടുവാനും തുടങ്ങി. അവയെല്ലാം ഗ്രാമത്തിന്റെ ഇടവഴിയിലേക്ക് നോക്കി ശബ്ദം പുറപ്പെടുവിക്കുവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഷെഡിന്റെ സമീപത്ത് കിടന്നിരുന്ന നായ്ക്കളും കുരക്കുവാനും ആരംഭിച്ചു. അവ ഭയക്കുന്ന എന്തോ ഒന്ന് അതിലെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ വളരെ പ്രയാസപ്പെട്ട് ആ കന്നുകാലികൾക്കിടയിലൂടെ ആ വേലിക്കെട്ടിന്റെ അരികിലേക്ക് പോയി. ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ടോർച്ച് പ്രകാശിപ്പിച്ചു. ശബ്ദം കേട്ട ദിശ ലക്ഷ്യമാക്കി പ്രകാശിപ്പിച്ചു നോക്കി. പക്ഷേ എനിക്കൊന്നും അവിടെ കാണുവാൻ സാധിച്ചില്ല. ഞാൻ ടോർച്ച് അടച്ച് ആ ഇടവഴിയിലേക്ക് ചെവി കൂർപ്പിച്ചു വെച്ചു, എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടി. അവിടെ ഉയർന്നു കേട്ട നായ്ക്കളുടെയും കന്നുകാലികളുടെയും ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുവാനോ കാണുവാനോ എനിക്ക് സാധിച്ചില്ല. കുറച്ച് സമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ കന്നുകാലികളുടെയും നായ്ക്കളുടെയും കരച്ചിൽ അവസാനിച്ചു. അപ്പോൾ മറ്റൊരു ശബ്ദം എൻ്റെ കാതുകളിലേക്ക് വന്നു പതിച്ചു. അത് എന്തിലോ ചുരണ്ടുന്ന ഒരു ശബ്ദമായിരുന്നു. പിന്നീട് അത് ഉച്ചത്തിലും വലിയ ശബ്ദത്തിലുമായി മാറി. ഗ്രാമത്തിൻ്റെ ഏതോ ഒരു കുടിലിന് മുന്നിൽ അവൻ എത്തിയിട്ടുണ്ട് എന്നും അവൻ മരത്തിൻ്റെ വാതിൽ മാന്തി പറിക്കുവാനുള്ള ശ്രമമാണെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ ഒട്ടും സമയം കളഞ്ഞില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ടോർച്ച് ഉപയോഗിച്ച് ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി വീണ്ടും പ്രകാശിപ്പിച്ചു. എന്നാൽ അവിടെയും എനിക്കൊന്നും കാണുവാൻ സാധിച്ചില്ല. അപ്പോഴേക്കും ശബ്ദം കേട്ട ആ കുടിലിൻ്റെ ഭാഗത്തു നിന്നും അലർച്ചകളും നിലവിളിയും ഉയർന്നിരുന്നു. ഒരു പക്ഷേ ആ പുലി കുടിലിനുള്ളിൽ പ്രവേശിച്ച് ആരെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ഭയന്നു. ഞാൻ വളരെ വേഗം തന്നെ അവിടേക്ക് പോകുവാൻ തിടുക്കം കൂട്ടി. ഞാൻ ഇരുന്നിരുന്ന, അതായത് ആ കന്നുകാലികളെ പാർപ്പിച്ചിരുന്ന ആ വേലിക്കുള്ളിലെ വാതിൽ ലക്ഷ്യമാക്കി മുന്നോട്ട് ഓടി. ഞാൻ അകത്ത് കിടക്കുമ്പോൾ ഒരു വലിയ പാറയെടുത്ത് വാതിലിൽ ചാരി വെച്ചിരുന്നു. ഞാനത് വളരെ പ്രയാസപ്പെട്ട് ഉരുട്ടി മാറ്റി. അപ്പോഴേക്കും വിലപ്പെട്ട കുറച്ച് സമയം എനിക്കവിടെ നഷ്ടമായിരുന്നു. പാറ കഷ്ണം മാറ്റിയതിനു ശേഷം ഞാൻ ആ കുടിൽ ലക്ഷ്യമാക്കി ഓടി. അവിടെ അടുത്തെത്തിയ ഞാൻ ഒരു മുള്ളുവേലിക്ക് സമീപം ചെന്നിരുന്നു. ഞാൻ ചുറ്റുഭാഗവും ടോർച്ചിന്റെ പ്രകാശത്താൽ നിരീക്ഷിച്ചു. എനിക്കരികിൽ എവിടെയെങ്കിലും ആ നരഭോജി പുലി മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി. എന്നാൽ എനിക്ക് അവിടെയൊന്നും അവനെ കാണുവാൻ സാധിച്ചില്ല. ഈ സമയത്തും കുടിലിന്റെ ഉള്ളിൽ നിന്നും നിലവിളികൾ കേൾക്കാമായിരുന്നു. ഞാൻ അവിടെ ചിലവഴിക്കുന്ന സമയം അത്രയും ആ നരഭോജി പുലി കുടിലിനുള്ളിൽ പ്രവേശിച്ച് അവന്റെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കാമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ വളരെ വേഗത്തിൽ തന്നെ കുടിലിന്റെ മുന്നിലേക്ക് ഓടിയെത്തി. എന്നാൽ എനിക്ക് ആ നരഭോജി പുലിയെ അവിടെ കാണുവാൻ സാധിച്ചില്ല. ഞാൻ കുടിലിന്റെ വാതിലിൽ മുട്ടി. ഞാൻ വാതിൽ തുറക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവരുടെ നിലവിളികൾക്കിടയിൽ എൻ്റെ വിളി അവർ കേട്ടിരുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും അത് തുടർന്നു കൊണ്ടിരുന്നു. അപ്പോഴേക്കും ആ കുടിലിനുള്ളിൽ നിന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു. നിങ്ങൾ മനുഷ്യൻ തന്നെയാണോ അതോ ചെകുത്താനാണോ എന്നായിരുന്നു ആ ചോദ്യം. അതെ, ഞാൻ മനുഷ്യൻ തന്നെയാണെന്നും എന്താണ് സംഭവം അകത്ത് നടക്കുന്നത് എന്നും ഞാൻ അവരോട് ചോദിച്ചു. എങ്കിലും അവർ വാതിൽ തുറക്കുവാൻ കൂട്ടാക്കിയില്ല. നേരം പുലരാതെ വാതിൽ തുറക്കില്ല എന്ന് അവർ എന്നോട് മറുപടി പറഞ്ഞു. ഞാൻ കുടിലിൻ്റെ ചുറ്റും നടന്ന് ടോർച്ചടിച്ചു നോക്കി. ആ ടോർച്ചിന്റെ പ്രകാശത്തിൽ പുലിയുടെ കാൽപ്പാടുകൾ എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ വീണ്ടും കന്നുകാലി കൂട്ടത്തിന്റെ സമീപത്തേക്ക് നടന്നു. അതിനുള്ളിലേക്ക് പ്രവേശിച്ച് വാതിലടച്ചു. കല്ലുകൾ ഉരുട്ടി പഴയതുപോലെ വാതിലിന്റെ സമീപത്തേക്ക് വെച്ചു. ഞാൻ അവിടെ തിരിച്ചെത്തിയപ്പോഴേക്കും എൻ്റെ പാത്രത്തിലുള്ള ചായയും ബിസ്ക്കറ്റുമെല്ലാം കന്നുകാലികൾ തട്ടിക്കളഞ്ഞിരുന്നു. ബിസ്ക്കറ്റിൽ ചിലത് അവ അകത്താക്കിയിരുന്നു. ഭാഗ്യത്തിന് പൈപ്പ് എൻ്റെ പോക്കറ്റിൽ ഇട്ടിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ പൈപ്പ് വലിച്ചുകൊണ്ട് ആ രാത്രി തള്ളി നീക്കി. പിന്നീട് നേരം പുലർന്നപ്പോൾ തന്നെ ഞാൻ ആ വീട്ടിലേക്ക് പോയി. അവർ പേടിച്ചിട്ടായിരുന്നു വാതിൽ തുറക്കാതിരുന്നത് എന്നും ഞങ്ങളുടെ വാതിലിൽ പുലി മാന്തി തകർക്കുവാൻ ശ്രമിച്ചു എന്നും അവർ എന്നോട് മറുപടി പറഞ്ഞു. അവിടെ നിന്നും ഞാൻ ബംഗ്ലാവിലേക്ക് നടന്നുപോയി. കടുത്ത നിരാശയും വിഷമവും എന്നെ പിന്തുടർന്നു. അവിടെയുള്ള പ്രാണികളുടെ കടിയേറ്റ് എൻ്റെ ശരീരമാകെ ചൊറിച്ചിലും വീക്കവും വന്നിരുന്നു. അവിടെ എത്തിയ ഞാൻ ആദ്യം ഒരു കുളി കുളിച്ചു. പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ മുറിയിലേക്ക് കയറി. അപ്പോഴേക്കും ഏകദേശം 8 മണിയായി കാണും.
കാണണം. ഞാനൊന്ന് മയങ്ങുവാൻ കിടന്നു. തലേ ദിവസം ഉറങ്ങാത്തതിനാൽ നല്ല ഉറക്ക ക്ഷീണം എനിക്കുണ്ടായിരുന്നു. പിന്നീട് ഞാൻ എഴുന്നേറ്റത് ഉച്ചഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയായിരുന്നു. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും അവിടേക്ക് പോയി കിടന്നുറങ്ങി. ഏകദേശം 3 മണിയായപ്പോഴാണ് ഞാൻ പിന്നീട് എഴുന്നേറ്റത്. അപ്പോഴേക്കും മറ്റൊരു പദ്ധതിയും ആശയവും എൻ്റെ മനസ്സിലേക്ക് വന്നിരുന്നു. ഇനിയും കന്നുകാലിക്കൂട്ടിൽ കഴിയുക എന്നുള്ളത് അസാധ്യ കാര്യമാണ്. അവിടെയുള്ള പ്രാണികളുടെ കടിയും ഇനിയേറ്റാൽ എനിക്കൊരു പക്ഷേ മറ്റെന്തെങ്കിലും രോഗം വരുവാൻ സാധ്യതയേറെയാണ്. അതിനാൽ ആ ഒരു പദ്ധതി ഞാൻ അവിടെ ഉപേക്ഷിച്ചു. തലേ ദിവസം രാത്രിയിൽ പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ നായ്ക്കളും കന്നുകാലികളും എന്നെ സഹായിച്ചത് ഞാനത് വിസ്മരിച്ചില്ല. പിന്നീട് ഞാൻ ആവിഷ്കരിച്ച പദ്ധതിയും അതിനടുത്തു തന്നെ ഉള്ളതായിരുന്നു. മുമ്പ് പുലി പിടിച്ച ആ ഗ്രാമവാസിയുടെ കുടിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ മേൽക്കൂര മേഞ്ഞിട്ടുള്ളത് സിങ്ക് ഷീറ്റ് കൊണ്ടാണ്. അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാം എന്നായിരുന്നു എൻ്റെ പദ്ധതി. കുടിലിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ കൃത്യമായി കുടിലിൻ്റെ ചുറ്റുപാടും നിരീക്ഷിക്കുവാൻ കഴിയും. അതുപോലെ റോഡ് വഴി പുലി വരികയാണെങ്കിൽ അത് കാണുവാനും സാധിക്കും. അതുമാത്രവുമല്ല, അടുത്തുള്ള കന്നുകാലി കൂട്ടങ്ങളെയും പുലിയുടെ വരവ് എന്നെ അറിയിക്കുകയും ചെയ്യും. പുലിയുടെ പിന്നിൽ നിന്നും വശങ്ങളിൽ നിന്നുമുള്ള ആക്രമണങ്ങൾ തടയുവാൻ വേണ്ടി മുള്ളുകൾ കൊണ്ട് ഒരു സംരക്ഷണ ഭിത്തിയും എനിക്ക് തീർക്കേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, ഇനി എങ്ങാനും സിങ്ക് ഷീറ്റിലേക്ക് പുലി പ്രവേശിക്കുകയാണെങ്കിൽ സിങ്ക് സീറ്റിൻ്റെ ശബ്ദം എനിക്ക് കാട്ടിത്തരികയും ചെയ്യും. ഞാൻ എൻ്റെ പുതിയ പദ്ധതിയെപ്പറ്റി അവിടെയുള്ള ഗ്രാമവാസികളോട് പങ്കുവച്ചു. അവരുടെ സഹായത്തോടെ മുറിച്ച കൂർത്ത മുള്ളുകമ്പുകൾ സിങ്കിൻ്റെ മുകളിൽ അടുക്കി വെച്ചു. മറ്റു ചിലർ ഉണങ്ങിയ വൈക്കോൽ കൊണ്ട് എനിക്ക് ഇരിക്കുവാൻ വേണ്ടി ഒരു മെത്തയും ഉണ്ടാക്കി. വൈകുന്നേരം ഏകദേശം 4 മണിയോടെ ഞാൻ ആ സ്ഥലത്തെത്തി. ആ മുള്ളുകൾ അടുക്കി വെച്ച അതിൻ്റെ നടുവിലേക്ക് ഞാൻ പ്രവേശിച്ചു. അതിനുശേഷം ഗ്രാമീണർ എനിക്ക് വേണ്ടി നിർമ്മിച്ച വൈക്കോലിൻ്റെ മുകളിൽ ഞാൻ ഇരുന്നു. അവിടെ ഇരിക്കുമ്പോൾ പാതകളും ഇടവഴികളും എനിക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അന്നത്തെ ആ ഒരു രാത്രി സമാധാനപരമായ ഒരു രാത്രിയായിരുന്നു. ഗ്രാമത്തിൻ്റെ ചുറ്റും 1-2 മൈലുകൾക്കപ്പുറം പോലും പുലി എത്തിയതായി യാതൊരു തെളിവും എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ അന്നത്തെ ആ ഒരു രാത്രിയും കടന്നുപോയി. നേരം പുലർന്നപ്പോൾ തന്നെ ഞാൻ തിരികെ ബംഗ്ലാവിലേക്ക് തിരിച്ചെത്തുകയും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്തു. അന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ മുമ്പ് കെട്ടിയിട്ട കാളകളെ പരിശോധിക്കുവാൻ വേണ്ടി കുറച്ച് ഗ്രാമീണർ പോകുമായിരുന്നു. അവർ സുരക്ഷിതമായി തന്നെ അവിടെ ഉണ്ട് എന്ന് ഗ്രാമീണർ എന്നോട് പറയുമായിരുന്നു. അന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ കുടിലിൻ്റെ മുകളിലേക്ക് പോയി. അന്നത്തെ ദിവസവും അവിടെ കാത്തിരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ സമയം പതിയെ മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിച്ചിരിക്കുന്നു. രാത്രി പതിയെ ആ ഗ്രാമത്തെയും വിഴുങ്ങി. സമയം പതിയെ മുന്നിലേക്ക് കടന്നു പോവുകയാണ്. കനത്ത നിശബ്ദത മാത്രം. ഇടയ്ക്കിടയ്ക്ക് ഏകാന്തമായ ആ നിശബ്ദതയെ ഭംഗിച്ചുകൊണ്ട് കന്നുകാലികളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. അങ്ങനെ ഏതാണ്ട് പുലർച്ചെ 2 മണി കഴിഞ്ഞു കാണണം. ചുറ്റുമുള്ള വനങ്ങളിൽ ഒന്നും തന്നെ മുന്നറിയിപ്പ് ശബ്ദം ഞാൻ കേട്ടില്ല. കാത്തിരിപ്പിൻ്റെ മുഷിപ്പിൽ പതിയെ ഉറക്കം എൻ്റെ കണ്ണിലേക്ക് വരുവാൻ തുടങ്ങിയ സമയം പെട്ടെന്ന് അപ്പുറത്തുള്ള കന്നുകാലികൾ അസ്വസ്ഥനാകുവാൻ തുടങ്ങി. കന്നുകാലികളുടെ അസ്വസ്ഥമായ ശബ്ദം കേട്ടതും എൻ്റെ ഉറക്കമെല്ലാം വന്ന വഴിയെ തിരിച്ചുപോയി. ഞാൻ ഇരിക്കുന്നതിൻ്റെ താഴെ കെട്ടിയിട്ടിരിക്കുന്ന നായകൾ കുരക്കുവാനും തുടങ്ങി. എൻ്റെ ചുറ്റിലും ഞാൻ കണ്ണോടിച്ചു. എന്നാൽ അപ്പോൾ എനിക്കൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു. ഒരു പാമ്പിൻ്റെ ചീറ്റൽ ശബ്ദം പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. അത് മുന്നിൽ നിന്നും നേരിട്ട് എനിക്ക് താഴെയായി വരുന്നതായി തോന്നി. ഞാൻ പതിയെ താഴേക്ക് എത്തി നോക്കി. എന്നാൽ എനിക്കൊന്നും അവിടെ കാണുവാൻ സാധിച്ചില്ല. പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ എന്തോ ഒരു ചാരനിറത്തിലുള്ള നീളത്തിലുള്ള എന്തോ ഒരു ജീവി എൻ്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു. അത് ആ സമയത്തും പതുക്കെ ചലിക്കുകയാണ്. ഈ സമയവും നായകൾ ശബ്ദത്തോടെ കുരക്കുവാനും തുടങ്ങിയിരുന്നു. ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടു താഴേക്ക് റൈഫിൾ ചൂണ്ടിപ്പിടിക്കുവാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. അതിനാൽ ഞാൻ പതിയെ വളരെ ശ്രദ്ധയോടെ കുറച്ച് മുന്നിലേക്ക് മുട്ടിൽ ഇഴഞ്ഞു നീങ്ങി. ഞാൻ എത്ര ശ്രദ്ധിച്ച് നീങ്ങിയിട്ടും സിങ്ക് ഷീറ്റിൻ്റെ നേരിയ തോതിലുള്ള ശബ്ദം പുറപ്പെടുവിച്ചു. അതോടൊപ്പം എൻ്റെ താഴെ ഒരു മുരൾച്ചയും എൻ്റെ കാതിൽ വന്നു പതിഞ്ഞു. നരഭോജി പുലി എന്നെ കണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അവൻ എന്നെ ആക്രമിക്കാൻ മുതിരിടും. അവൻ എൻ്റെ മേലിൽ ചാടി വീഴുവാൻ സാധ്യതയേറെയാണ്. ഞാൻ മുന്നിലേക്ക് ഒറ്റ കുതിപ്പിൽ 5-6 അടി നീങ്ങി. പിന്നീട് സമയം ഒട്ടും പാഴാക്കാതെ മേൽക്കൂരയുടെ താഴേക്ക് ഞാൻ എൻ്റെ തോക്ക് ചൂണ്ടിപ്പിടിച്ചു. അതിൽ ഘടിപ്പിച്ചിരുന്ന ടോർച്ച് ഞാൻ വേഗത്തിൽ പ്രകാശിപ്പിച്ചു. ആ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ എനിക്കവനെ ശരിക്കും കാണാൻ സാധിച്ചു. മഞ്ഞ ഉടലിൽ കറുത്ത പുള്ളികളുള്ള ഒരു പുലിയുടെ രൂപം. അവൻ്റെ കണ്ണുകൾ തീക്ഷ്ണമായി ജ്വലിക്കുകയാണ്. എൻ്റെ തോക്കിൻ്റെ കുഴലുകൾ നീണ്ടിരിക്കുന്നത് അവൻ്റെ കത്തി ജ്വലിക്കുന്ന കണ്ണുകൾക്ക് ഇടയിലേക്കാണ്. ഞാൻ ഒട്ടും സമയം പാഴാക്കാതെ കാഞ്ചി വലിച്ചു.
തിര കൃത്യം വന്ന് പതിച്ചത് അവൻ്റെ 2 കണ്ണുകൾക്കിടയിലേക്കാണ്. ആ തിര അവൻ്റെ തലച്ചോറ് പിളർന്നിരുന്നു. അവൻ്റെ കണ്ണുകളിലെ തീജ്വലനം അവസാനിച്ചു. ആ പുലിയുടെ ജീവനെടുക്കുവാൻ എൻ്റെ തോക്കിലെ ഒരു തിര തന്നെ ധാരാളമായിരുന്നു. നേരം പുലർന്നപ്പോൾ ഞാൻ ആ പുലിയെ മൊത്തത്തിൽ ഒന്ന് നിരീക്ഷിച്ചു. സംഘത്തിലെ ആ നരഭോജി പുലി വാർദ്ധക്യത്തിലെ ഒരു പുലിയായിരുന്നു. അതൊരു പെൺപുലിയായിരുന്നു. അതിൻ്റെ തേഞ്ഞ കോമ്പല്ലുകളും മങ്ങിയ തോലും അവളിലെ വാർദ്ധക്യത്തെ എനിക്ക് വെളിവാക്കി തന്നു. എന്നാൽ അവളുടെ കാലുകളുടെ നഖങ്ങൾ വളരെ കൂർത്തതും മൂർച്ചയേറിയതുമായിരുന്നു. സംഘത്തിലെ ഗ്രാമത്തെ ഭയപ്പെടുത്തിയ ആ മരണദൂതനെ എന്നേക്കുമായി ഞാൻ പറഞ്ഞയച്ചു. അങ്ങനെ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വീണ്ടും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദിനങ്ങൾ വീണ്ടെടുക്കുവാൻ എനിക്ക് സാധിച്ചു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഇതിലും നല്ല കഥയുമായി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കാണാം. സൈനിങ് ഔട്ട്.